അപ്പം ഭഗവാൻ പറഞ്ഞത്, എൻ്റെ എല്ലാ ചൈതന്യവും അറിവും എല്ലാം ഞാൻ ഭാഗവതത്തിൽ ഭാഗവതത്തിൽ ആവാഹിക്കുന്നു എന്നാണ്. അപ്പൊ കലിയുഗത്തിൽ എവിടെ ഭഗവാനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഭാഗവതം ആണ് അല്ലേ? ഹരി ഭാഗവതത്തിലാണ്. The highest mind management manual of science in Kali Yuga is none other than Bhagavatam. The highest mind management manual. കലിയുഗത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഉള്ള ഒരു മാനുവലാണ് ഭാഗവതം അല്ലെ? മനസ്സിന്റെ എല്ലാ വീക്ക്നെസ്സിനെയും മാറ്റാൻ ഭാഗവതത്തിന് കഴിയുമെന്നാണ്. സേവനാൽ, ശ്രവണാൽ, പഠാൽ എന്ന് വെച്ചാൽ സേവിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും, ഇങ്ങനെയാണ് ഭാഗവതത്തിനെ നമ്മൾ കാണേണ്ടത്. നാരദനും സനൽകുമാരാദി മഹർഷിമാരും തമ്മിലുള്ള കോൺവെർസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്തി ദേവി തൻ്റെ തരുണന്മാരെ കൊണ്ട് ആടിയും പാടിയും ഇങ്ങനെ വരികയാണ്. ഭക്തി ദേവിയുടെ 2 മക്കൾ ഞാൻ പറഞ്ഞു, നോളജും വൈരാഗ്യവും, അറിവും വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്. അപ്പൊ അവരിങ്ങനെ ആടിയും പാടിയും വരും. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ എന്ന് പാടുന്നുണ്ട്. ഭാഗവത മഹാത്മ്യം കേട്ടപ്പോൾ തന്നെ ഭക്തി ദേവിയുടെ കുട്ടികളായ പിന്നെ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും അവരുടെ മനസ്സുകൾ ഉയർന്നത് ആവേശഭരിതരായി ഉണർന്നു. തളർന്ന മനസ്സിനെ ഉയർത്തുക എന്ന് പറയുന്ന ശാസ്ത്രമാണ് ഭാഗവതം. അപ്പം ഭക്തിദേവി ചോദിക്കുകയാണ്, ഇനി ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്? ഭക്തി എവിടെയാണ് ഇരിക്കുന്നത്? അപ്പൊ സനൽകുമാരാദി മഹർഷിമാര് പറയണം, ആരാണോ ഭാഗവതം പാരായണം ചെയ്യുന്നവൻ അവരുടെ ഉള്ളിലാണ് നീ ഇരിക്കേണ്ടത്. അവരെയാണ് നീ ഫോളോ ചെയ്യേണ്ടത്. അവരുടെ ഹൃദയത്തിൽ നീ വസിക്കണം. ആര് വസിക്കണം? ഭക്തി, ഡിവോഷൻ വസിക്കണം. ഭക്തിദേവി വസിക്കുമ്പോൾ തന്നെ ഭക്തിദേവിയുടെ 2 മക്കളായ ജ്ഞാനവും, അതായത് നോളജ്, അറിവും വൈരാഗ്യം, ഡിറ്റാച്ച്മെന്റ് നമ്മളോടൊപ്പം ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു സാരം. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ചുകൂടെ വിശദീകരിക്കുന്നത് ആരാണ് ഭാഗവതം ഡിസേർവ് ചെയ്യുന്നത്. ഹു ഡിസേർവ്സ് ടു ലിസൺ ടു ഭാഗവതം? യോഗ്യത എന്താണ്? ഭാഗവതം കേൾക്കാനുള്ള, പഠിക്കാനുള്ള, ശ്രവിക്കാനുള്ള, സേവിക്കാനുള്ള യോഗ്യത ആർക്ക്? അപ്പോൾ അതിന്റെ ആരാണ് ഡിസേർവ് ചെയ്യുന്നതെന്നുള്ള ഒരു ലിസ്റ്റാണ്, യോഗ്യത ലിസ്റ്റാണ്. നിരന്തരം പാപം ചെയ്യുന്നവൻ, എപ്പോഴും ദുരാചാര മാർഗത്തിൽ നടക്കുന്നവൻ. എനിക്കറിയാം നിങ്ങൾ ഞെട്ടലോടെയാണ് ഇത് കേൾക്കുന്നത്. ഭയങ്കര ദേഷ്യമുള്ളവർ, കുടിലകൾ, കാമിനി, ഇപ്രകാരമുള്ളവർക്കൊക്കെ സപ്താഹ യാഗത്തിന് വരാം, ഭാഗവതം കേൾക്കാം. നുണ പറയുന്നവർ, അച്ഛനെയും അമ്മയെയും മാനിക്കാത്തവർ, പരദൂഷണം പറയുന്നവർ, മത്സരബുദ്ധിയുള്ളവർ, അപ്പം ഇപ്രകാരം പാപം ചെയ്തവര് കള്ളു കുടിക്കുക, അന്യന്റെ ഭാര്യയെ പ്രാപിക്കുക, കള്ളത്തരം കാണിക്കുക, ഗുരുവിനെ ദ്രോഹിക്കുക, മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് വേണ്ട എല്ലാ തരികിടകളും ചെയ്തവർ. This means even if people who do ഇത്രയും, ഇപ്പൊ ഞാൻ മുകളിൽ പറഞ്ഞ ഇത്രയും അതികഠോരമായ പാപങ്ങൾ, സിൻസ് ചെയ്തവർ പോലും ഭാഗവതം കേൾക്കാൻ യോഗ്യരാണ്. അതായത് യോഗ്യത പട്ടികയിൽ വേറൊന്നും ചേർക്കണ്ട എന്ന്. This means anyone is eligible. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, മനസ്സിനെ ഉയർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ നോ ലുക്കിംഗ് ബാക്ക്.
നമ്മൾ എത്ര തന്നെ പാപിയായിരുന്നു ഇന്നലെ വരെ, ഇന്ന് രാവിലെ വരെ, അതിലേക്ക് തിരിച്ചു പോകാതെ നമ്മുടെ മനസ്സിനെ ഉയർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വരെ ചെയ്ത തീർച്ചയായിട്ടും നമ്മൾ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കും. പക്ഷേ നെവർ ലേറ്റ് ദാൻ നെവർ, അല്ലേ? ബെറ്റർ ടു ബി ലേറ്റ് ദാൻ ഡൂയിങ് ഇറ്റ്, നെവർ ഡൂയിങ് ഇറ്റ്. അപ്പൊ അതാണ് ഭാഗവതത്തിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി പാപം ചെയ്യാത്തവനില്ല, അല്ലേ? ആരുമില്ല. മനസ്സുകൊണ്ട് എങ്കിലും പാപം ചെയ്യാത്തവനില്ല. അപ്പം ഭാഗവതം accepts everyone and anyone. ഇനി ഒരു കഥയിലേക്ക് പോവാണ് നമ്മൾ. ഒരു നല്ലൊരു രസകരമായ ഒരു കഥയിലേക്ക് പോകും. ഈ കഥ ഇങ്ങനെയാണ്. തുംഗഭദ്ര നദിയുടെ തീരത്ത് ഒരു ആത്മദേവൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പൈസയാണ്, പക്ഷെ പിശുക്കനാണ്, മൈസറാണ്. ഈസ് എ മൈസർ ആൻഡ് ഹീസ് ഗോട്ട് എ stubborn wife. ഒരു നിർബന്ധ ബുദ്ധിക്കാരിയായ ഒരു ഭാര്യയും ഉണ്ട്. അവർക്ക് മക്കളില്ല. അപ്പം ഹൈന്ദവ വിശ്വാസ പ്രകാരം മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാൻ മകൻ വേണമെന്നാണ്. ക്രമേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഉദകക്രിയ ചെയ്യാൻ പുത്രൻ ഉണ്ടാവണം എന്നാണ്. അല്ലെങ്കിൽ ആത്മാവിന് നിത്യശാന്തി കിട്ടില്ല എന്ന് ഉള്ള വിശ്വാസമുള്ള കുറെ ഹൈന്ദവരുണ്ട്. പെൺകുട്ടികൾ പോരാ എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇതൊക്കെ ശരിയാണെന്ന് എന്റെ ഗുരുവായ സ്വാമിജിയും വിശ്വസിക്കുന്നില്ല, ഞാനും വിശ്വസിക്കുന്നു. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പം ഇതൊരു നോർത്ത് ഇന്ത്യയിലാണെങ്കിലും സൗത്ത് ഇന്ത്യയിലാണെങ്കിലും ഹൈന്ദവരുടെ ഇടയിൽ ഈ ഒരു വിശ്വാസമുണ്ട്. ഒരുപാട് അധർമ്മങ്ങൾ ഇന്ത്യൻ കൾച്ചറിൽ ഫോളോ ചെയ്യപ്പെട്ടിരുന്നു. ആൻഡ് ഇറ്റ് വാസ് aimed to be as a part of Hindu religion, but it's not like that. ഹിന്ദുവിസം പറയുന്നതേ അതല്ല. പക്ഷെ ഒരുപാട് അധർമ്മങ്ങൾ ആ കൾച്ചറിന്റെ ഭാഗമായിട്ട് തിരിഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർ. അപ്പം ഈ ബ്രാഹ്മണൻ വിചാരിക്കുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ്. എനിക്കിനി എൻ്റെ മരണം നാച്ചുറലി അടുക്കുന്നത് വരെ ഈ പുത്രദുഃഖം അനുഭവിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും. ഒരു സന്യാസി കടന്നു വരികയാണ്. ആ സന്യാസി ചോദിക്കും, എന്താണ് ബ്രാഹ്മണ അങ്ങ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ ഇത് ഭാഗവത മഹാത്മ്യത്തിലെ 4-ാം സ്കന്ധത്തില് 27, 28, 29 ശ്ലോകങ്ങളാണ് ഈ പറയുന്നത്. അപ്പം ശ്ലോകം റെഫർ ചെയ്യണം എന്നുള്ളവർക്ക് 4-ാം സ്കന്ധത്തില് 27, 28, 29 ശ്ലോകങ്ങൾ ഭാഗവത മഹാത്മ്യത്തിന്. പുത്രൻ ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്തർത്ഥം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ സന്യാസി പറഞ്ഞു, ഈ ജന്മത്തിൽ എന്നല്ല 7 ജന്മത്തിൽ നിങ്ങൾക്ക് സന്താനം ഉണ്ടാകാനുള്ള യോഗം കാണുന്നില്ല. അപ്പം നിങ്ങൾ എന്തിനാണ് അതോർത്ത് വിഷമിക്കുന്നത്? നിങ്ങൾക്ക് യോഗമില്ല, ഈ ജന്മത്തിൽ എന്നല്ല അടുത്ത 7 ജന്മത്തിൽ. ബ്രാഹ്മണൻ പറയാണ്, സന്യാസിമാരൊക്കെ ഇങ്ങനെയാണ്, ഒരു യൂസ്ലെസ്സുകളാണ് നിങ്ങൾ. ചുമ്മാ ഇങ്ങനെ വേദാന്തം പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് നടക്കും, ഒരു പ്രയോജനവും. എനിക്ക് ഉപദേശത്തിന്റെ ആവശ്യമില്ല, എനിക്ക് വേണ്ടത് റെമഡിയാണ്. നിങ്ങൾക്ക് എനിക്കൊരു മകൻ ഉണ്ടാകാനുള്ള വഴി പറഞ്ഞു തരാൻ പറ്റും എങ്കിൽ അത് പറയും, അല്ലാതെ ഉപദേശം എനിക്ക് കേൾക്കണ്ട, ഞാൻ കേട്ട് മടുത്തു. സന്യാസി പറയും, പുത്രന്മാർ ഉണ്ടായിട്ട് ദുഃഖിക്കുന്നവർ എത്ര പേരുണ്ട്, ഒന്നും എനിക്ക് കേൾക്കണ്ട. ശരി, സന്യാസി പറയും, ശരി, ഞാൻ നിങ്ങൾക്കൊരു പഴം തരാം, ഒരു ബനാന. അത് നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കുക. ഒരു റൂളുണ്ട് കേട്ടോ, ഈ പഴം കഴിക്കുമ്പോൾ ഒരു ദിവസം ഒരിക്കൽ ആഹാരം കഴിക്കുക, ഒരിക്കൽ വ്രതം എടുക്കുക. ഒരു വർഷം മുഴുവൻ ഈ ഒരിക്കൽ വ്രതം എടുക്കുക. ഒരു ദിവസം ഒരിക്കൽ മാത്രമേ ആഹാരം കഴിക്കാവൂ. അന്യ വീടുകളിൽ പോയി പരദൂഷണം പറയുകയോ അങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യരുത്, ദുഷ്കർമ്മങ്ങൾ. ഈശ്വര വിചാരത്തോടുകൂടി
ജീവിക്കണം 1 വർഷം. ഈ പഴം കഴിക്കുന്ന ആള് ഇങ്ങനെയുള്ള വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കണം 1 വർഷം. അപ്പം ഭാര്യയുടെ കയ്യിൽ പഴം കൊണ്ട് കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു. ഭാര്യ പറഞ്ഞു ശരി. അപ്പം ഭാര്യ സുഹൃത്തിനോട് പറയണം, എനിക്കിത് ഞാൻ ഈ പഴം കഴിക്കാൻ പോകുന്നില്ല. കാരണം ഇത് പ്രഗ്നന്റ് ആവുന്നതും അത് തന്നെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന തന്നെ നമുക്കൊരു പണിയാണ് അല്ലേ? അതിൻ്റെ കൂടെ ഭക്ഷണവും കൂടി ഇല്ലെങ്കിലോ? എനിക്ക് വയ്യേ ഫ്രണ്ടിനോട് പറയും. അപ്പം പിന്നെ മാത്രമല്ല ഇവര് പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് എന്താ പറയുന്നത്, പ്രഗ്നന്റ് ആയിട്ട് 12 വർഷം വരെ അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് കുഞ്ഞുങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. വേദവ്യാസന്റെ മകനായ ശ്രീശുരന്റെ കഥയാണ് അല്ലേ? അപ്പം അയ്യോ അങ്ങനെങ്ങാനും എന്റെ വയറ്റിൽ ഉണ്ടാകുന്ന കൊച്ച് എനിക്ക് പ്രസവിക്കാൻ പറ്റാതെ കുറെ വർഷങ്ങൾ ഇരുന്നു പോയ എന്ത്. മാത്രമല്ല ഇതൊരു ഡിവൈൻ പ്രഗ്നൻസിയാണ്. ഈ പഴം ഒരു സന്യാസി തന്നു. ഇനി അങ്ങനെ വല്ല അത്ഭുത ശക്തിയുള്ള നല്ല ഗർഭമാണെങ്കിലും. അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കാൻ പോകുന്നില്ല. ഇനി വല്ല മൃഗങ്ങളുമാണ് കുട്ടിയായിട്ടുണ്ടാവുന്നെങ്കിലും ദൈവമേ എനിക്ക് വേണ്ട. എനിക്ക് തോന്നുന്നു, അപ്പൊ അവള് പറയാണ്, എനിക്ക് തോന്നുന്നു ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ഉൽപാദശേഷി ഇല്ലാത്ത ഒരു സ്ത്രീയാണ് ഏറ്റവും ഭാഗ്യവതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു വിധവ. കാരണം ഞാൻ നോക്കിയിട്ട് ഭാര്യയും അല്ലെങ്കിൽ അമ്മയാവിയിട്ടൊക്കെ ജീവിക്കുന്നവർക്കൊക്കെ തലവേദനയാണ്. അപ്പൊ അവളത് കഴിച്ചില്ല. അപ്പൊ അവളുടെ സിസ്റ്റർ വരാണ്, ഒരു സഹോദരി വരാണ്. സിസ്റ്റർ വന്നിട്ട് പറയാണ്, അവളുടെ 6ാമത്തെ ഗർഭമാണ്, സഹോദരിയുടെ 6ാമത്തെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകും. അവള് പറഞ്ഞു, എനിക്ക് ഓൾറെഡി 5 മക്കളുണ്ട്, ഈ 6ാമത്തെ കുഞ്ഞിനെ ഞാൻ ചേച്ചിക്ക് തരാം. ഐ വിൽ ഗിവ് ദിസ് വൺ ടു യു. പക്ഷെ അതിന് പകരമായിട്ട് എനിക്ക് കുറച്ച് പൈസ തരണം, എൻ്റെ ആകെ ബുദ്ധിമുട്ടിലാണ്. അപ്പം ബ്രാഹ്മണന്റെ ഭാര്യ വിചാരിച്ചു, ഇതാണെന്ന് കറക്റ്റ് സമയം. ഞാൻ ഈ പഴം കഴിച്ചു എന്ന് എൻ്റെ ഭർത്താവിനോട് പറയുകയും ചെയ്യാം, ഗർഭിണിയായെന്നും പറയാം. എന്നിട്ട് ഗർഭകാലം നമുക്ക് ഇത് ചെയ്യാം, എന്താണ്, അഭിനയിക്കാം. ബൈ ദ ടൈം എൻ്റെ അനിയത്തി പ്രസവിക്കും. എന്നിട്ട് ആ കുഞ്ഞിന് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഭർത്താവിന് കൊടുക്കാം. അപ്പൊ ഈ പഴം എന്ത് ചെയ്യും? പഴം ഇവള് വീട്ടിലെ പശുവിന് കൊടുക്കും. അവള് കള്ളം പറഞ്ഞു ഭർത്താവിനോട്, ഞാൻ പ്രഗ്നന്റ് ആയി. 9 മാസം കഴിഞ്ഞപ്പോൾ അനിയത്തി അവളുടെ 6ാമത്തെ കുട്ടിയെ കൊണ്ടുവന്നു രഹസ്യമായിട്ട് കൊടുത്തു. ഇവളും പണ്ടൊക്കെ നമ്മ ഭർത്താവ് അറിയില്ലല്ലോ പ്രസവിക്കുന്നതൊക്കെ. അപ്പം സന്തോഷം, ഒരു മകന് ജന്മം നൽകി, തന്റെ ഭാര്യ ഒരു മകന് ജന്മം നൽകിയിരിക്കുന്നു. ബ്രാഹ്മണൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചായി എന്നാണ്. ആ മകന് ദുന്ദുകാരി എന്ന് അദ്ദേഹം പേരിട്ട്. ഇതേ സമയം നമ്മുടെ സന്യാസി കൊടുത്ത പഴം കഴിച്ച ഒരാളാണ്, ആരാണ്? നമ്മുടെ പശു. അവളും പ്രസവിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, പശു പ്രസവിച്ചത് ഒരു മനുഷ്യക്കുഞ്ഞിനാണ്, ഒരു ആൺകുട്ടി. പക്ഷെ ചെവി പശുവിന്റെ ചെവിയുള്ള ഒരു മനുഷ്യക്കുട്ടി, ഒരു ആൺകുട്ടിയാണ് പശു പ്രസവിച്ചത്. ഗോകർണൻ എന്ന് അവന് പേര് ചൊല്ലി ബ്രാഹ്മണൻ. അപ്പൊ ഗോകർണൻ എന്ന് പറഞ്ഞാൽ ഗോക്കളുടെ ചെവിയുള്ളതാണ്. ഗോകർണൻ ജന്തുവാൻ. അങ്ങനെ അത്ഭുതം എന്ന് പറയട്ടെ, ബ്രാഹ്മണന് വീട്ടിൽ 2 ആൺകുട്ടി. ഭാഗവത മഹാത്മ്യത്തിലെ 4-ാം സ്കന്ധം 72-73 ശ്ലോകങ്ങള് ഗോകർണനെ പറ്റി പറയുന്നു. അതിനകത്ത് ഗോകർണൻ അച്ഛനെ ഒരു ഗുരുവിന്റെ സ്ഥാനത്ത്, സ്വന്തം അച്ഛനെ പോലും ഗുരുസ്ഥാനത്ത് നിന്ന് ഉപദേശിച്ച മക്കളുടെ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കാരത്തിനെ പറ്റി പറയുന്നുണ്ട് ആ ശ്ലോകങ്ങൾ. അതുപോലെ അച്ഛനെ ഉപദേശിച്ച ആളാണ് ഗോകർണൻ എന്ന് പറയുന്നത്. അപ്പൊ ദ്വന്ദ്കാരിയാണെങ്കിലോ ഒരു സ്പോയിൽഡ് ചൈൽഡ്. കുളിക്കില്ല, നനയ്ക്കില്ല,
വൃത്തിയില്ല, ദേഷ്യം, ടാൻഡ്രംസ്, നോൺ വെജിറ്റേറിയൻ, മത്സ്യമാംസാദികൾ കഴിക്കും, കക്കും, മോഷ്ടിക്കും, ബുള്ളി ചെയ്യും, മറ്റു കുട്ടികളെ ഉപദ്രവിക്കും. കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അടുത്ത്, വേശ്യകളുടെ അടുത്ത് പോകും. ഇങ്ങനെ ഒരു അച്ഛൻ മകനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ചീത്ത സ്വഭാവങ്ങളുള്ള ഒരു ആളായിരുന്നു ദുന്ദുകാരി. നേരെ മറിച്ച് ഗോകർണനും സർവ കഴിവുകളും എല്ലാ സൽഗുണങ്ങളുമുള്ള ഒരു മകൻ. ഈ അച്ഛനെ പോലും അടിച്ചവനാണ് ഈ ദുന്ദുകാരി, അല്ലെ? അപ്പൊ അച്ഛനോട് ഗോകർണം പറയാൻ ഉപദേശിക്കുകയാണ്, അച്ഛൻ ഇനി ഇവിടെ നിൽക്കരുത്. കാരണം സ്വന്തം മകന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചതിന് ശേഷം ഇവിടെ ഇനി അച്ഛൻ നാണം കെട്ട് മാനം കെട്ട് ഇനി നിൽക്കരുത്. ഭാഗവതത്തിലെ 4-ാം സ്കന്ധം 79-80 79, 80, 81 ശ്ലോകങ്ങൾ ഈ ഭാഗമാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോകും, അല്ലെ? അതുകൊണ്ട് ഞങ്ങളെ കുറിച്ച് ഓർത്ത് അച്ഛൻ വിഷമിക്കണം. ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കുക, ഭാഗവതം വായിക്കുക. ഇനി അച്ഛൻ ചെയ്യേണ്ടത് ഭാഗവതം വായിക്കുക എന്നാണ്, അല്ലെ? അത് ഉപദേശിക്കുകയാണ് അച്ഛൻ. അപ്പം അച്ഛൻ പ്രാർത്ഥനയിൽ അച്ഛന് ചെയ്യാൻ പറ്റുന്നൊക്കെ അച്ഛൻ ഈ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഒക്കെ വേണ്ടി ചെയ്തു വരുന്നു. ഇനി അച്ഛൻ പോയി ഈശ്വരനിൽ മനസ്സ് സമർപ്പിക്കുക, ഭാഗവതം വായിക്കുക, ഇവിടെ നിൽക്കരുത്. എന്തായാലും ശരിക്കും സ്വാമിജി പറയുന്നുണ്ട്, വയസ്സാങ്കാലത്ത് മാതാപിതാക്കൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭാഗവതമാണ് മക്കൾ. ടു കീപ് ദെയർ മൈൻഡ് എൻഗേജ്ഡ്. മൈൻഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് എൻഗേജ്ഡ്, നമ്മൾ എത്ര തന്നെ ബിസി ബോഡി ആണെങ്കിലും, ശരീരം കൊണ്ട് എത്ര തന്നെ പണിയെടുക്കുന്നതാണെങ്കിലും, മനസ്സ് കൺട്രോളിലല്ലെങ്കിൽ, മനസ്സ് വേറെ രീതിയിലാണ് ചഞ്ചലിക്കുന്നതെങ്കിൽ സൂക്ഷിക്കും. മനസ്സ് പോസിറ്റീവായിട്ട് എൻഗേജ്ഡ് അല്ലെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് എൻഗേജിങ് യു in its own way and it will create problems എന്നാണ്. അപ്പോൾ മനസ്സിനെ എൻഗേജ്ഡ് ആയിട്ട് അച്ഛൻ വെക്കണം. അച്ഛൻ ഈശ്വര മാർഗത്തിലേക്ക് വരിക. അങ്ങനെ അച്ഛനെ പറഞ്ഞു വിടുന്നു. മീൻ ടൈം ഈ ദുന്ദുകാരി 5 വേശ്യകളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അമ്മയ്ക്ക് അതോടുകൂടി സഹിച്ചില്ല. ഇതുവരെ അമ്മ എല്ലാം സഹിക്കുകയായിരുന്നു. അങ്ങനെ അവൻ അമ്മയെ അടിച്ച് പുറത്താക്കി. അമ്മയിൽ മനസ്സ് മടുത്ത് ഗോകർണനും വീട് ഉപേക്ഷിച്ചു. അമ്മ എന്ത് ചെയ്തു? ഒരു കിണറ്റിൽ ചാടി സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു. അപ്പം ഗോകർണൻ മറ്റുള്ള വലിയ വലിയ വീടുകളിൽ നിന്നും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ മോഷ്ടിച്ച് തൻ്റെ ഈ 5 ഈ വേശ്യകൾക്ക് കൊണ്ടുകൊടുക്കും. അങ്ങനെ ഈ വേശ്യകൾ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ചിന്തിച്ചു, അന്ന് രാജ്യഭരണമാണ്, എന്തായാലും ഇയാൾ ഒരുപാട് മോഷ്ടിക്കുന്നുണ്ട്, അതും വിലപിടിപ്പുള്ള പണ്ടങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും. അപ്പൊ ഇയാളെ എന്നായാലും രാജാവിന്റെ ആൾക്കാർ പിടികൂടി. അപ്പൊ നമുക്ക് അത് പിടികൂടിയാലോ നമ്മുടെ ഈ മുതൽ മുഴുവൻ അവർ കൊണ്ടുപോകും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇവനെ കൊല്ലാം എന്ന് പറഞ്ഞിട്ട് അവര് ഒരു റോപ്പ് കൊണ്ട് അവനെ വരിഞ്ഞ് കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു. 5-ാം സ്കന്ധം 10-ാമത്തെയും 11-ാമത്തെയും ശ്ലോകങ്ങളിൽ അത് പറയുന്നു. എന്നിട്ട് വായിക്കാത്ത ബേണിംഗ് ചാർക്കോൾ, കൽക്കരി കുത്തി നിറച്ച് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ അവനെ ചുട്ടുകൊന്നു. എരിച്ചും ചുറ്റും കൊന്ന് അവന്റെ വെൽത്തും അവന്റെ എല്ലാ സ്വത്തും എല്ലാം എടുത്ത് അവനെ കൊന്നു അവർ രക്ഷിക്കും. അങ്ങനെ മരിച്ച ദുർമരണപ്പെട്ട ദുന്ദുകാരി ഒരു പ്രേതമായി മാറി. ഇന്ത്യൻ കൾച്ചറിൽ പ്രേതം എന്ന് പറയുന്നത് ശരീരം കാലനിയമത്തിന് മുമ്പ് ശരീരം വിട്ടുപോകുന്ന ആത്മാവ് ഉണ്ടല്ലോ, ആ ആത്മാവിന് കാലനിയമം എന്ന് പറയുന്നത് നമ്മുടെ ജനനം തൊട്ട് മരണം വരെയുള്ള ആ ഒരു സൈക്കിളാണ്. ഈ കാലനിയമത്തിന് അതീതമായി, കാലനിയമം എത്താതെ മനസ്സിന് ഒരിക്കലും മരണമില്ല, ആത്മാവിന് ഒരിക്കലും മരണമില്ല. മരണം ശരീരത്തിന് മാത്രമാണ് ബയോളജിക്കൽ ഡെത്ത് ഉണ്ടാകുന്നത്. അപ്പം ഈ മനസ്സ് ശരീരവുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് ജീവിക്കാൻ പറ്റുന്നത്, പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും, ക്രിയ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇഫ് ദ മൈൻഡ് ഡിസൈഡ്സ് that this body is my everything, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ജീവിച്ചിരിക്കുന്ന ഈ ശരീരമാണ് എൻ്റെ എല്ലാം എന്ന് കരുതി ശരീരം കൊണ്ട് ആണ് എല്ലാ ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നത്. എൻ്റെ ശരീരം മൈൻഡ് എന്ന് കരുതുന്നത്. അങ്ങനെയുള്ള അവര് ഈ ശരീരം ഫോഴ്സ്ഫുള്ളി വിട്ടു പോകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ സ്വയം അവസാനിപ്പിക്കാൻ വരുമ്പോഴത്തേക്കും അവരുടെ മനസ്സ് ഈ ബോഡിയുമായിട്ട് സ്റ്റിൽ അറ്റാച്ച്ഡ് ആണ്. അതുവരെ ജീവിച്ചിരുന്ന ആ ശരീരമായിട്ട് ആ മനസ്സ്, ആത്മാവ് സ്റ്റിൽ അറ്റാച്ച്ഡ് ആണ്. അങ്ങനെയുള്ള മനസ്സാണ് പ്രേതമായി മാറുന്നത്, പ്രേതഭാവം ഉണ്ടാകുന്നത്. അപ്പം മൈൻഡ് ഇസ് നോട്ട് റെഡി ടു ലീവ് ദ ബോഡി, ഇറ്റ് ഈസ് ഇൻ പെയിൻ. അങ്ങനെയുള്ള ആത്മാവാണ് എന്താ പറയുന്നത്, പ്രേതമായി മാറും. അപ്പം ഗോകർണൻ തീർത്ഥാടനത്തിലാണ് ആരോ പറഞ്ഞറിഞ്ഞു ഇങ്ങനെ ബ്രദർ കൊല്ലപ്പെട്ടു, മരിച്ചു. അങ്ങനെ തറവാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. ശ്രാദ്ധമൊക്കെ നടത്തണമല്ലോ ബ്രദറിന്. ഏറ്റവും ശ്രേഷ്ഠമായ ശ്രാദ്ധം തന്നെ അദ്ദേഹം നടത്തി. കാശി, ബീഹാറിലുള്ള കാശിയിൽ പോയി ഏറ്റവും ഗയാ ശ്രാദ്ധം എന്ന് പറയുന്നത് ഹൈന്ദവരുടെ ഇടയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രാദ്ധം ബീഹാറിലുള്ള കാശിയിൽ പോയി അദ്ദേഹം ചെയ്തു. വീട്ടിൽ വന്ന് ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്കും അദ്ദേഹം ഭയങ്കര മനഃശക്തിയുള്ള ആളാണ്. കാരണം ഒരുപാട് പെനൻസ് ചെയ്യുന്ന ആളാണ്, മെഡിറ്റേഷനും പെനൻസും ഒക്കെ ചെയ്യുന്നു. അദ്ദേഹം ആത്മാവിന്, പ്രേതത്തിനെ കാണുന്നു, ഈ ദുന്ദുകാരിയുടെ പ്രേതത്തിന്. അപ്പൊ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാൻ ഗയാശ്രാദ്ധം, കാശിയിൽ പോയി ഗയാശ്രാദ്ധം ചെയ്തിട്ടും എന്തുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയില്ല? അതോ ഇനി വേറെ എന്തെങ്കിലും ആണോ? ചോദിച്ചു, നീ ആരാണ്? കുറച്ച് തീർത്ഥം ജലിച്ചിട്ട് 5-ാം സ്കന്ധത്തില് 27-ാം ശ്ലോകം ദുന്ദുകാരി പറയണം, ഞാൻ നിന്റെ ജ്യേഷ്ഠനായ ദുന്ദുകാരിയാണ്, എനിക്ക് മോക്ഷം തരണം, ഞാൻ പ്രേതഭാവത്തിലാണ്. 5-ാം സ്കന്ധത്തിൽ തന്നെ 30-ാം ശ്ലോകത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഗയാശ്രാദ്ധം വരെ ചെയ്തു, ഏട്ടന് വേണ്ടി അവിടം വരെ പോയി ചെയ്തു, എന്നിട്ട് മോക്ഷം കിട്ടിയില്ല. അപ്പം അദ്ദേഹം പറയണം, പ്രേതം പറയാണ്, എനിക്ക് 100 ഗയാശ്രാദ്ധങ്ങൾ നടത്തിയാലും കൂട്ടിയാലും എനിക്ക് മോക്ഷം കിട്ടില്ല സഹോദരൻ. ഗോകർണൻ പറയാണ്, അത്ര പാപിയായിരുന്നു ഞാൻ. ഗോകർണൻ ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചു. അദ്ദേഹം ഒരു സൂര്യഭക്തനാണ്. അങ്ങനെ സൂര്യനെ തപസ് ചെയ്ത് സൂര്യൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും സൂര്യനാരായണ, എൻ്റെ ബ്രദറിന് ജ്യേഷ്ഠന് മോക്ഷം ലഭിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യും? അങ്ങനെ ആണ്ട് വരും. സൂര്യഭഗവാൻ പറയണം, ഓൺ ദ ഡേ ഓഫ് ദ ഡെത്ത്, അടുത്ത 1 വർഷം ആണ്ട് വരുമ്പോൾ മരിച്ച നാളിന് ഭാഗവതം വായിച്ചാൽ പിതൃവിന് മരിച്ച ആളിന് മുക്തി കിട്ടും എന്ന് സൂര്യഭഗവാൻ പറയും. അല്ലാതെ കലിയുഗത്തിലുള്ളവർക്ക് വിധിച്ചിരിക്കുന്നത് അന്ധമായ കർമ്മഫലങ്ങൾ, അന്ധമായ പുരാതനങ്ങളായിട്ട് ചെയ്തു വരുന്ന കർമ്മങ്ങളല്ല. ഈ ശ്രാദ്ധം, ബലിയിടുക, കാക്കയെ തട്ടി വിളിക്കുക, ഇതൊന്നും അല്ല കലിയുഗത്തിൽ ജീവിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള മുക്തിമാർഗം, മോക്ഷമാർഗം. ആ മരിച്ച നാളിന് ഭാഗവതം വായിക്കുക. ഈ കാക്കയെ വിളിച്ച് കൂട്ടുന്നതിനെ പറ്റി സ്വാമിജി പറയുന്നത്, ഈ നമ്മുടെ പിതൃക്കളൊക്കെ കാക്കകളെന്ന് ആരാ പറഞ്ഞ? അല്ലേ, ആരാ പറഞ്ഞ? പിതൃക്കളൊക്കെ കാക്കകളുടെ രൂപത്തിലാണോ സഞ്ചരിക്കുന്നത്? അപ്പൊ അതൊക്കെ ആരോ ചെയ്ത് ഫോളോ ചെയ്ത് അന്ധമായ കർമ്മങ്ങളാണ്. അതല്ല വേണ്ടത്. ഇപ്പൊ കാക്കകളായാലും പ്രാവായാലും ആരായാലും കുറച്ച് ഭക്ഷണമായിട്ട് കൈകൊട്ടി വിളിച്ചാൽ വരും. ഇനി പണ്ട് ആരെങ്കിലും ആത്മാക്കള് കോഴിയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബാബാ ബാബാ ബാബ എന്ന് വിളിച്ചേ, അല്ലേ? അപ്പം ഗോവർദ്ധൻ അങ്ങനെ സപ്താഹം നടത്തി. 5-ാം സ്കന്ധത്തില് 45-ാം ശ്ലോകത്തിൽ പറയുന്നു, അങ്ങനെ ദുന്ദുകാരിയുടെ ആത്മാവിനെ ഒരു ബാംബു സ്റ്റിക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്, ഒരു ബാംബു സ്റ്റിക്ക് ചൂരൽ കൊണ്ടുണ്ടാക്കിയ ഒരു കൂടിനകത്ത് ആവാഹിച്ച് ആത്മാവിനെ അതിനകത്ത് ഇരുത്തി അദ്ദേഹം സപ്താഹം നടത്തി. കുറെ ആൾക്കാർ വന്നു സപ്താഹം കേൾക്കാൻ. ആദ്യത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും സപ്താഹം വായന കേട്ട് ഈ ബാംബു സ്റ്റിക്ക് കൊണ്ടുണ്ടാക്കിയ കൂട് പൊട്ടി എന്നാണ്. എന്നിട്ട് 2-ാമത്തെ ദിവസം ഇങ്ങനെ സ്റ്റിക്സ് പൊട്ടി 7-ാം ദിവസം 7
സ്റ്റിക്സ് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറഞ്ഞ ആ ഗ്രന്ഥികൾ പൊട്ടി പൊട്ടി രണ്ടായിട്ട് പിളർന്നു വന്നു. അതിൽ നിന്ന് ഒരു ഗംഭീര രൂപം, തേജസ്സുള്ള ഗംഭീര രൂപം പുറത്തു വന്നു. അതായത് ദുന്ദുകാരിയുടെ ആത്മാവിന്, പ്രേതമായിരുന്ന ദുന്ദുകാരിയുടെ ആത്മാവിന് മോക്ഷം ലഭിച്ചു എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. എത്ര ഘോര പാപം ചെയ്തവൻ ആണെങ്കിലും അവന്റെ മനസ്സ് എന്നിലേക്ക് തിരിച്ച നിമിഷം മുതൽ ഞാൻ അവനെ മഹാനായി സാധുവായി കാണും എന്നാണ്. അപ്പൊ ദുന്ദുകാരി തന്നെ സ്വയം തീരുമാനിച്ചു, ഞാൻ അത്രത്തോളം പാപിയായാലും എന്റെ ആത്മാവിന് മോക്ഷം വേണം, എനിക്ക് ഭഗവാനെ അറിയണം. അത്ര ലയിച്ചിരുന്നാണ് ആ ആത്മാവ് ഭാഗവതം കേട്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. 5-ാം സ്കന്ധത്തിൽ തന്നെ 51-ാം ശ്ലോകം, 52-ാം ശ്ലോകം, 53-ാം ശ്ലോകത്തിൽ ഇതാണ് വിവരിക്കുന്നത്. അപ്പൊ ദുന്ദുകാരി ഒരു ഡിവൈൻ ഫോം, വൈഷ്ണവ രൂപത്തിൽ എന്താ പറയുന്നത്, സ്വന്തം സഹോദരനെ നമിച്ച് നന്ദി പറഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഏത് തരത്തിലുള്ള വിറകാണെങ്കിലും അഗ്നിയിലേക്ക് ഇട്ട വിറക് കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഏത് തരത്തിലുള്ള പാപം ചെയ്തവരാണെങ്കിലും ഭാഗവതം അവർക്ക് ലഭ്യമായിരുന്നു. അപ്പൊ ദിസ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് nerves and flesh and bone and blood, അല്ലെ? പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്, അല്ലെ? മലിന വസ്തുക്കൾ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊണ്ടു നടക്കുന്നില്ലേ? നമ്മള് യൂറിനായിട്ടും മലമായിട്ടും ഒക്കെ നമ്മുടെ ശരീരത്തിന് തന്നെ അശുദ്ധികളുണ്ട്. 2 ബക്കറ്റുകൾ കൊണ്ട് നടക്കുന്നുണ്ട് നമ്മൾ. പ്രായമാവും ഈ ശരീരത്തിന്, ദുഃഖങ്ങൾ ജീർണിക്കും, തൊലി പോവും, തൊലിയുടെ നിറം മാറും, മുടിയൊക്കെ നരയ്ക്കും, അസുഖങ്ങൾ വരും. 2 ദിവസം കുളിക്കാതിരുന്നാൽ നാറിയിട്ട് അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, അല്ലെ? ബ്രഷ് ചെയ്യാതെയും പല്ല് കേൾക്കാതെയും കുളിക്കാതെയും 2 ദിവസം ഇരുന്ന് നോക്കൂ. പിന്നെ നമ്മൾ ചത്ത ജന്തുക്കളെയൊക്കെ നമ്മൾ കഴിക്കും, അതിൻ്റെയൊക്കെ ജേംസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ നമ്മൾ മരിച്ച് ഡീകമ്പോസ് ആയി നമ്മുടെ ശരീരത്തിൽ ഡീകമ്പോസ് ആവും, അതും ജേംസ് ഒക്കെ കഴിക്കും. നമ്മുടെ ശരീരം ആരും പ്രോപ്പർലി ക്രിമേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പോലും അണുക്കൾ, ജേംസ് കൊണ്ടിരിക്കും, നാറും. അസ്ഥിരമായതാണ് നമ്മുടെ ശരീരം, അത് മണ്ണിലേക്ക് പോകും. അങ്ങനെയുള്ള ഈ ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ സുസ്ഥിരമായ ചൈതന്യത്തിനെ കൂടെ നോക്കണം ഇടയ്ക്കിടയ്ക്ക്. അസ്ഥിരമായ ശരീരത്തിനെ മാത്രം ശ്രദ്ധിക്കാം, അതിനെ ശ്രദ്ധിക്കരുത് നല്ല ഞാൻ പറയുന്നത്. ചൈതന്യം വസിക്കുന്ന ശരീരം ക്ഷേത്രം പോലെ പരിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കണം തീർച്ചയായിട്ടും. പക്ഷെ അതിനെ മാത്രം സൂക്ഷിക്കാതെ സ്ഥിരമായിട്ടുള്ള ചൈതന്യത്തിനെ കൂടെ ശ്രദ്ധിക്കും. 5-ാം സ്കന്ധം 63-ാം ശ്ലോകത്തിൽ പറയുന്നു, അണ്ടർസ്റ്റാൻഡ് വാട്ട് യുവർ മൈൻഡ് വാണ്ട്സ്, അല്ലേ? നമ്മളിങ്ങനെ വെള്ളത്തിലെ കുമ്പളകളെ പോലെയാണ് ജീവിക്കുന്നത്, ഏത് നിമിഷവും പൊട്ടിപ്പോകും. സോ ഡോണ്ട് തിങ്ക് ഓൺലി വാട്ട് യുവർ ബോഡി വാണ്ട്സ്, ഓൾസോ തിങ്ക് വാട്ട് യുവർ മൈൻഡ് വാണ്ട്സ്. ശേഷം അടുത്ത ചാപ്റ്റർ. ഹരി ഓം.